പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഇന്ന് ജൂലൈ 12 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു പരീക്ഷയിലും ഇന്റർവ്യൂവിലും എവിടെയും ചോദിക്കുന്ന ഒന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ നോളജ്, GK എന്നിവയെല്ലാം. നമ്മളെന്നും കുറച്ച് സമയം കറണ്ട് അഫേഴ്സ് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി സമയം മാറ്റിവെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ദൃശ്യകലയുടെ മേഖലയിൽ കേരള സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ രാജാ രവിവർമ്മ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? സുരേന്ദ്രൻ നായർ. ദൃശ്യകലയുടെ മേഖലയിൽ കേരള സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള രാജാ രവിവർമ്മ അവാർഡ് പ്രഖ്യാപിച്ചു. സുരേന്ദ്രൻ നായർക്കാണ് ഈ പ്രാവശ്യം അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സുരേന്ദ്രൻ നായർ ഇദ്ദേഹത്തിനാണ് 2024 ജൂലൈ 11 മിനിസ്റ്റർ ഫോർ കൾച്ചർ സജി ചെറിയാൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഈ അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ളത്. കേരള സർക്കാരിന്റെ കേരള ലളിതകലാ അക്കാദമിയാണ് രാജാ രവിവർമ്മ പുരസ്കാരം എല്ലാ വർഷവും നൽകി വരുന്നത്. ഈ വർഷം ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് കലാകാരനായിട്ടുള്ള സുരേന്ദ്രൻ നായർക്കാണ്. 2001 ഈ അവാർഡ് ആരംഭിച്ചിട്ടുള്ളത്. ആദ്യത്തെ അവാർഡ് ലഭിച്ചിട്ടുള്ളത് KG സുബ്രഹ്മണ്യനാണ്. 2001 ആരംഭിച്ചിട്ടുള്ള രാജാ രവിവർമ്മ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ളത് KG സുബ്രഹ്മണ്യൻ. കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും 3 ലക്ഷം രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. എക്സസൈസ് പിച്ച് ബ്ലാക്ക് 2024 ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? ഓസ്ട്രേലിയ. എക്സസൈസ് പിച്ച് ബ്ലാക്ക് ഇത് ഓസ്ട്രേലിയ നടത്തുന്ന ഒരു വലിയൊരു എക്സസൈസ് ആണ്. ഈ ഒരു എക്സസൈസ് നടത്തുന്നത് ഓസ്ട്രേലിയയാണ്. ഇന്ത്യൻ എയർഫോഴ്സ് പങ്കെടുക്കുന്ന ഒരു എക്സസൈസ്. ഇന്നലെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ടീം ഓസ്ട്രേലിയയിലെ ഡാർവിനിലുള്ള എയർഫോഴ്സ് സ്റ്റേഷനിൽ വന്നിറങ്ങി. എക്സസൈസ് പിച്ച് ബ്ലാക്ക് എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് ജൂലൈ 12 അതായത് ഇന്ന് ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 2 വരെ ആയിരിക്കുള്ളൂ ഈ ഒരു എക്സസൈസ്. ഏതാണ്ട് 43 വർഷത്തിന് ശേഷം ഏറ്റവും വലിയൊരു എക്സസൈസ് ആണ് ഈ പ്രാവശ്യത്തെ എക്സസൈസ്. 20 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന 140 വിമാനങ്ങൾ, 4400 മിലിറ്ററി പേഴ്സൺസ് പങ്കെടുക്കുന്ന ഒരു വലിയൊരു എക്സസൈസ് ആണ് എക്സസൈസ് പിച്ച് ബ്ലാക്ക്. ഇത് ഓസ്ട്രേലിയ നടത്തുന്ന ഒരു എക്സസൈസ് ആണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ 150ഓളം എയർ വാരിയേഴ്സ് ആണ് ഈ ഒരു എക്സസൈസിൽ പങ്കെടുക്കുന്നത്. അതായത് പൈലറ്റുമാർ അതുപോലെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ആയിട്ടുള്ള 150 പേരാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എക്സസൈസ് പിച്ച് ബ്ലാക്കിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ Su-30 MKI എന്ന പോർ വിമാനം, C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന ട്രാൻസ്പോർട്ട് വിമാനം, IL-78 ഇത് എയർ ടു എയർ റിഫ്യൂലിംഗ് ചെയ്യുന്ന ഇന്ധനം നിറയ്ക്കുന്ന വിമാനമാണ്. അപ്പൊ Su-30 MKI എന്ന വിമാനം ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത് റഷ്യ. C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനം നൽകിയിട്ടുള്ളത് USA ആണെങ്കിൽ IL-78 ഈ വിമാനം നൽകിയിട്ടുള്ളത് റഷ്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ സബ് ഇൻസ്പെക്ടർ ആരാകും? മാൻവി മധു കശ്യപ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ സബ് ഇൻസ്പെക്ടർ ആയിട്ട് മാൻവി മധു കശ്യപ് ആ ഒരു ചുമതല ഏറ്റെടുത്തു. ബീഹാറിലാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുള്ളത്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മാൻവി മധു കശ്യപ്, ദ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ പേഴ്സൺ. ഇത് ബീഹാറിലെ. ഈ ഒരു വേളയിൽ മാൻവി മധു കശ്യപ് ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാറിനെ നന്ദി രേഖപ്പെടുത്തി. ബീഹാറിന്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആണ് നിതീഷ് കുമാർ. LGBTQI+ കമ്മ്യൂണിറ്റിയുടെ സുരക്ഷയും ശാക്തീകരണവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ത്രിപുര ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ സെൽ ആണ് ത്രിപുരയിൽ ആരംഭിച്ചിട്ടുള്ളത്. CISFും BSFും നീക്കിവച്ചിട്ടുള്ള മുൻ അഗ്നിവീർമാർക്ക് എത്ര ശതമാനം ജോലികൾ ഉണ്ട്? 10%. CISFന്റെയും BSFന്റെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്. അതായത് അഗ്നിവീർന്ന് പിരിഞ്ഞു വരുന്നവർക്ക് 10% സീറ്റ്, അതായത് ജോലി അവർ നൽകുന്നു എന്ന ഉറപ്പ്. അതായത് എയർഫോഴ്സ്, ആർമി, നേവിയിൽ താൽക്കാലികമായിട്ട് 4 വർഷത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നവരെയാണ് അഗ്നിവീർ എന്ന് പറയുന്നത്. ഈ 4 വർഷം കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ചുപേര് മാത്രമേ മുന്നോട്ട് ആ സർവീസിന് എടുക്കുകയുള്ളൂ. ബാക്കി വരുന്നവർ പിരിഞ്ഞു പോരേണ്ടി വരും. അവർക്ക് വേണ്ടിയുള്ള അടുത്തൊരു വെൽഫെയർ എന്ന രീതിയിലാണ് ഇപ്പോൾ CISFും BSFും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 10% ജോബ് ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സുരക്ഷാ സേനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം വന്നിട്ടുള്ളത്. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് CISFന്റെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള നീന സിംഗ് ആണ്. അതേപോലെ തന്നെ BSFന്റെ ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാൾ. ഇപ്പൊ CISFന്റെ ഡയറക്ടർ ജനറൽ ആണ്, അതായത് ഏറ്റവും ടോപ്പ് ലെവൽ എന്ന പോസ്റ്റ് ആണ് ഡയറക്ടർ ജനറൽ. അത് നീന സിംഗ്. അതുപോലെ തന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആണ് നിതിൻ അഗർവാൾ.
ഈ ഒരു വേളയിൽ CIS പ്രഖ്യാപിച്ചത്, അതായത് മുന്നോട്ട് വരുന്ന ഓരോ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കും 10% അഗ്നിവീർമാർക്ക് മാറ്റിവെക്കും എന്ന് തന്നെയാണ്. പ്രാദേശിക സുരക്ഷാ ഗ്രൂപ്പായ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ 5ാമത്തെ അംഗരാജ്യമായി മാറിയ രാജ്യം ബംഗ്ലാദേശ്. ഇപ്പോൾ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുള്ള ഒന്നാണ്. അതായത് ബംഗ്ലാദേശിനെ 5ാമത്തെ രാജ്യമായിട്ട് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ ചേർന്ന കാര്യം. 2024 ജൂലൈ 10-ാം തീയതിയാണ് ഈ പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. അതായത് ബംഗ്ലാദേശ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് CSCയുടെ 5ാമത്തെ മെമ്പർ ആയിട്ട് ഒഫീഷ്യൽസ് സ്വാഗതം ചെയ്തു. ഈ ഒരു പ്രഖ്യാപനം നടന്നിട്ടുള്ളത് DNSA, അതായത് ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിന്റെ 8ാമത്തെ മീറ്റിംഗിൽ വെച്ചാണ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ ബംഗ്ലാദേശിനെ സ്വാഗതം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഒരു മീറ്റിംഗ് നടന്നിട്ടുള്ളത് മൗറീഷ്യസിൽ വെച്ചാണ്. മറ്റു അംഗങ്ങളാണ് ഇന്ത്യ, ശ്രീലങ്ക, മൗറീഷ്യസ്, മാൽദീവ്സ്. ഇപ്പോൾ 5ാമത്തെ രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യ, ശ്രീലങ്ക, മൗറീഷ്യസ്, മാൽദീവ്സ്, ഇപ്പോൾ ബംഗ്ലാദേശ്. 2020 കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് ആരംഭിച്ചിട്ടുള്ളത്. കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ തുടക്കത്തിൽ ഇന്ത്യ, ശ്രീലങ്ക, മാൽദീവ്സ് ആയിരുന്നു. പിന്നീട് മൗറീഷ്യസ് ജോയിൻ ചെയ്തു. അതായത് കഴിഞ്ഞ വർഷം 22 മാർച്ചിലാണ് മൗറീഷ്യസ് ഇതിന്റെ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന്റെ ഭാഗമായിട്ടുള്ളത്. 2ാമത്തെ ബിംസ്റ്റെക് വിദേശകാര്യ മന്ത്രിമാരുടെ റിട്രീറ്റ് 2024 ജൂലൈ 11 ഏത് സ്ഥലത്താണ് നടക്കുന്നത്? ന്യൂഡൽഹി. ബിംസ്റ്റെക്കിന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ കോൺഫറൻസ് 2024 ജൂലൈ 11 ന്യൂഡൽഹിയിൽ നടന്നു. ബിംസ്റ്റെക് എന്നാൽ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ. ഈ ഒരു സംഘടനയെക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസം മുമ്പ് കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞിരുന്നു. കാരണം ബിംസ്റ്റെക്കിന്റെ ഡയറക്ടർ ആയിട്ട് മലയാളിയായിട്ടുള്ള പ്രശാന്ത് ചന്ദ്രനെ അപ്പോയിന്റ് ചെയ്ത കാര്യം. പ്രശാന്ത് ചന്ദ്രൻ ബിംസ്റ്റെക്കിന്റെ ഡയറക്ടർ ആണ്. ബിംസ്റ്റെക്കിന്റെ 2ാമത്തെ ഫോറിൻ മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ഇത് ആതിഥ്യം വഹിക്കുന്നത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S ജയശങ്കർ ആണ്. ബിംസ്റ്റെക് എന്ന് പറയുമ്പോൾ 7 രാജ്യങ്ങളാണ്. ഈ 7 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, തായ്ലൻഡ്, മ്യാൻമാർ. 2024 ജൂലൈ 10 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ 133-ാം പതിപ്പ് ആരാണ് അനാവരണം ചെയ്തത്? പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പഴയ ഒരു ടൂർണമെന്റ് ആണ് ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ്. ഇത് ആർമി നടത്തുന്ന ഒരു ടൂർണമെന്റ് ആണ്. 133-ാമത്തെ പതിപ്പാണ് ഇപ്പോൾ, അതായത് ജൂലൈ 10-ാം തീയതി പ്രസിഡന്റ് ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് സുപ്രീം കമാൻഡർ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് സിറ്റിസൺ. ജൂലൈ 10-ാം തീയതി ഡ്യൂറന്റ് കപ്പിന്റെ 133-ാമത്തെ പതിപ്പിന്റെ ഉദ്ഘാടനം ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ആർമി ഹോസ്പിറ്റലിന്റെ കമാൻഡറായി അടുത്തിടെ നിയമിതനായത് ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ശങ്കർ നാരായണൻ NM VSM. ഡിഫൻസിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഹോസ്പിറ്റൽ ആണ് ആർമി ഹോസ്പിറ്റൽ. അപ്പോൾ ആർമി ഹോസ്പിറ്റലിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന പോസ്റ്റ്, ആ പോസ്റ്റിലേക്ക്, അതായത് കമാൻഡന്റ് പോസ്റ്റിലേക്ക് ലഫ്റ്റനന്റ് ജനറൽ ശങ്കർ നാരായണനെ നിയമിച്ചു. 300 ദശലക്ഷം വരിക്കാരെ നേടുന്ന ആദ്യത്തെ യൂട്യൂബർ ആരാണ്? ജിമ്മി ഡൊണാൾഡ്സൺ. ഒരുപക്ഷെ കറണ്ട് അഫയേഴ്സിന്റെ ഈ ചോദ്യം എക്സാമിന് വരും എന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. എങ്കിൽ പോലും ഒരു കൗതുകത്തിന് നമുക്ക് പറയാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഒരു ന്യൂസ്. അതായത് 300 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ജിമ്മി ഡൊണാൾഡ്സനെ. അതായത് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ എന്ന് പറയുമ്പോൾ അത് മിസ്റ്റർ ബീസ്റ്റ് ആണ്. മിസ്റ്റർ ബീസ്റ്റ് എന്ന ഈ ചാനലിലെ 300 മില്യൺ സബ്സ്ക്രൈബേഴ്സ്, അതായത് 30 കോടി സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ ഒരു ചാനലിലുള്ളത്. ഇതിനു മുമ്പ് ഇന്ത്യയിലെ T സീരീസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ജൂണിൽ മിസ്റ്റർ ബീസ്റ്റ് ജിമ്മി ഡൊണാൾഡ്സന്റെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ. ഇന്നലെ ജൂലൈ 11 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ടൂർ ഡി ഫ്രാൻസ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏത്? ഇതിന്റെ ഉത്തരം ബൈസൈക്കിൾ റേസ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സൈക്കിൾ റേസ് ആണ് ടൂർ ഡി ഫ്രാൻസ്. ഓരോ ദിവസവും ഇതിന്റെ കോമ്പറ്റീഷൻസ് ആണ്. ഏതാണ്ട് 23 ദിവസം നിൽക്കുന്ന ഒരു കോമ്പറ്റീഷൻ ആണ്, സൈക്കിൾ റേസ് ആണ് ടൂർ ഡി ഫ്രാൻസ്. ഇപ്പോൾ ഇത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ വർഷം ജൂലൈയിലാണ് ടൂർ ഡി ഫ്രാൻസ് എന്ന് പറയുന്ന ഈ ഒരു സൈക്കിൾ റേസ്. ഇത് ലോകത്തിൽ തന്നെ പറയുമ്പോൾ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു സൈക്കിൾ റേസ് ആണത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ദൃശ്യകലയുടെ മേഖലയിൽ കേരള സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ രാജാ രവിവർമ്മ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? സുരേന്ദ്രൻ നായർ. എക്സസൈസ് പിച്ച് ബ്ലാക്ക് 2024 ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? ഓസ്ട്രേലിയ.
ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ സബ് ഇൻസ്പെക്ടർ ആരാകും? മാൻവി മധു കശ്യപ്. CISFും BSFും നീക്കിവച്ചിട്ടുള്ള മുൻ അഗ്നിവീരന്മാർക്ക് എത്ര ശതമാനം ജോലികൾ ഉണ്ട്? 10%. പ്രാദേശിക സുരക്ഷാ ഗ്രൂപ്പായ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ 5ാമത്തെ അംഗരാജ്യമായി മാറിയ രാജ്യം ബംഗ്ലാദേശ്. 2ാമത്തെ ബിംസ്റ്റെക് വിദേശകാര്യ മന്ത്രിമാരുടെ റിട്രീറ്റ് 2024 ജൂലൈ 11 ഏത് സ്ഥലത്താണ് നടക്കുന്നത്? ന്യൂഡൽഹി. 2024 ജൂലൈ 10 ഡുറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ 133ാം പതിപ്പ് ആരാണ് അനാവരണം ചെയ്തത്? പ്രസിഡന്റ് ദ്രൗപദി മുർമു. ആർമി ഹോസ്പിറ്റലിന്റെ കമാൻഡറായി അടുത്തിടെ നിയമിതനായത് ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ശങ്കർ നാരായണൻ NM VSM. 300 ദശലക്ഷം വരിക്കാരെ നേടുന്ന ആദ്യത്തെ യൂട്യൂബർ ആരാണ്? ജിമ്മി ഡൊണാൾഡ്സൺ. ഇന്ന് ജൂലൈ 12. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്: നെഹ്റു ട്രോഫി ബോട്ട് റേസ് വിൽ ബി ഹെൽഡ് അറ്റ് വിച്ച് ബാക്ക് വാട്ടർ? നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.